ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് നൽകേണ്ട അവകാശമാണെന്നാണ്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ക്ഷണിച്ചാൽ ഉത്തരം നൽകുക എന്ന് പറയുന്നത് ഒരു സഹോദരനോടുള്ള ഒരു ബാധ്യത കൂടിയാണ്. അദ്ദേഹം ക്ഷണിച്ചാൽ അങ്ങോട്ട് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്ഷണം സ്വീകരിക്കുന്നതിൽ അതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചിലർ പറയാറുണ്ട്, മറ്റൊരാളുടെ പാത്രത്തിൽ കൈവച്ചാൽ നമ്മളുടെ പിരടി അയാൾക്ക് കീഴ്പ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് ചില വീക്ഷണങ്ങൾ ചിലർ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഭക്ഷണത്തിലേക്കുള്ള ക്ഷണങ്ങൾ സ്വീകരിക്കരുതെന്നും പരമാവധി ഒഴിവാക്കണമെന്നും, കാരണം ഒരാളുടെ ഭക്ഷണം കഴിക്കുന്നതോടെ അയാൾക്ക് നമ്മൾ വിധേയപ്പെടേണ്ടി വരും എന്നൊക്കെയുള്ള ചില വീക്ഷണങ്ങൾ ചിലർ പറയാറുണ്ട്. അത്തരം വീക്ഷണങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അതത്ര ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രത്യേകം പഠിപ്പിച്ചതാണ്. എന്നാൽ അതേസമയം അങ്ങനെയുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ക്ഷണിച്ച സദ്യയിലേക്കും സൽക്കാരത്തിലേക്കും വേണമെങ്കിൽ പോകാതിരിക്കാം. കാരണം ചിലർ നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയി ഭക്ഷണം കഴിക്കുന്നത് അവരുടെ എന്തോ വലിയ ഔദാര്യമായി കാണുകയും അത് മറ്റുള്ള ആളുകളോട് അവർ പങ്കുവെക്കുകയും അതുപോലെ തന്നെ നമ്മൾ അവരുടെ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മൾ അവർക്ക് വിധേയപ്പെടേണ്ടതാണ് എന്ന രീതിയിലുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ ക്ഷണം ഒഴിവാക്കാവുന്നതാണ് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ചില സൽക്കാരങ്ങളിൽ ചിലരെ ബോധപൂർവം ഒഴിവാക്കുന്ന അത്തരം അത്യാഡംബരങ്ങളുടേതായ അത്തരം കാര്യങ്ങൾ, ഇസ്ലാമിക സംസ്കാരത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അതിൻ്റെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ദൂരം മാത്രം പരിഗണിച്ചുകൊണ്ട് പോകാതിരിക്കരുത് എന്നാണ്. അത് നമുക്ക് പോകാവുന്ന ഒരു ദൂരത്താണ്, നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ ആ ക്ഷണം സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത്. തൗറാത്തിലെ ഒരു വചനം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഒരു നാഴിക സഞ്ചരിച്ചിട്ടെങ്കിലും രോഗിയെ നിങ്ങൾ സന്ദർശിക്കണം. 2 നാഴിക ദൂരം പിന്നിട്ടിട്ടെങ്കിലും ഒരു ജനാസയിൽ നിങ്ങൾ പങ്കെടുക്കണം. 3 നാഴിക പിന്നിട്ടിട്ടെങ്കിലും ഒരു ക്ഷണിക്കപ്പെട്ട ഒരു സദ്യയിലേക്ക് നിങ്ങൾ, ഒരു സൽക്കാരത്തിലേക്ക് നിങ്ങൾ പോകണം. 4 നാഴിക പിന്നിട്ടിട്ടാണെങ്കിലും ആദർശ സഹോദരനെ നിങ്ങൾ സന്ദർശിക്കണം. അതുകൊണ്ട് ദൂരം എന്ന് പറയുന്നത് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ദൂരമാണെങ്കിൽ, സൗകര്യങ്ങളൊക്കെ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് പരമാവധി അവിടെ പോവുക എന്ന് പറയുന്നതാണ് അതിൻ്റെ രീതി. മറ്റൊന്ന് നോമ്പിനെ കുറിച്ചാണ്. ഒരാളിപ്പോൾ നോമ്പെടുത്തിട്ടുണ്ട്, ക്ഷണിക്കപ്പെട്ട ദിവസം ഒരാൾ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ ആതിഥേയന് ഇദ്ദേഹം നോമ്പ് ഒഴിവാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നോമ്പ് ഒഴിവാക്കണം എന്നാണ്. കാരണം ആ നോമ്പെടുക്കുന്നതിനേക്കാൾ പുണ്യം ആ ആതിഥേയൻ്റെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൽക്കാരം സ്വീകരിച്ച് ഭക്ഷണം കഴിക്കലാണ് സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പറയുന്നുണ്ട്.